ഗൗരി മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി അങ്ങനെ കണ്ടിട്ടേയില്ല. സ്വന്തമായിട്ട് എഴുതുകയും അത് കമ്പോസ് ചെയ്യുകയും അത് പാടുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്നും വീണ്ടും എഴുതാഞ്ഞത് എന്തുകൊണ്ട്? അത് കഴിഞ്ഞ് എന്തൊക്കെയോ പ്രോജക്ട്സ് ഒക്കെ ആ സമയത്തൊക്കെ സംസാരത്തിലും എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും പ്രോപ്പറായിട്ടൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ നടന്നിട്ടുള്ളത് മ്യൂസിക് മോജോയിൽ ഓൾറെഡി ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ട് ഇഷ്ക് എന്നുള്ള മൂവിയിലേക്ക് ആ പാട്ട് അങ്ങനെ അവരെടുത്തിട്ടുണ്ട്. എൻ്റെ ലിറിക്സ് മാത്രം ഒന്നാരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നെ. പിന്നെ എനിക്കങ്ങനെ അത്രയും താല്പര്യമുള്ള കാര്യമല്ല എഴുത്ത് മാത്രം ചെയ്യുക എന്നുള്ളത്. എനിക്ക് രണ്ടും കൂടെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അതെ, തിരിഞ്ഞും പറഞ്ഞ് എനിക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അത് പാടിയവരിൽ നിന്ന് തന്നെ റോയായിട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരിഞ്ഞും പറഞ്ഞു ഒരു രണ്ട്. ഉറക്കമില്ല രാത്രികളും ഉണർവില്ലാ പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചു മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നു പോകും. ആരോ ആരോ ഉള്ളിൽ പാടും പാട്ടിൻ നീണം കണ്ണീർ പൂവായി പൊഴിയേ ഞാൻ തനിയേ തേങ്ങുന്നേ. ഈ നേരവും കടന്നു പോകും. ഗൗരി തന്നെ പറഞ്ഞു തന്നെ എഴുതി പാടാനാണ് കൂടുതൽ ഇത്. ഇപ്പൊ ഗൗരി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന രീതിയിലേക്ക് വരുന്നതിൽ നിന്നും ഇത്രയോ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഓഡിയൻസിൽ സംഭവിച്ച ഒരു വ്യത്യാസം എന്താണെന്ന് ഗൗരിക്ക് തോന്നിയിട്ടുണ്ട്? ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കാണുന്നതിനാണ്. അതെ അതെ, ബെറ്റർ ആവുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അതിന് ഓഫ് കോഴ്സ് ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരു ട്രാക്ക് ട്രെൻഡിങ് ആവണമെങ്കിൽ സിനിമയിൽ ഉള്ള പാട്ടാണോ അല്ലയോ എന്ന് ആലോചിക്കാതെയാണ് ആളുകൾ ലൈക്ക് ട്രാക്കുകൾ ട്രെൻഡിങ് ആവുന്നത്. ഇറ്റ് ഡസൻ ഹാവ് ടു ബി പാർട്ട് ഓഫ് ദ മൂവി. അപ്പം അത് വളരെ പുതിയ ഒരു പരിഷ്കാരമാണ് ശരിക്കും. കാരണം പണ്ട് സിനിമാ പാട്ട് മാത്രമാണ് മറ്റേ ടോപ്പിൽ നിന്നെങ്കിൽ ഇപ്പോൾ അത് പതുക്കെ ട്രെൻഡ് മാറിയിട്ട് ഇങ്ങനെയുള്ള പാട്ടുകളിലും എല്ലാ ടൈപ്പ് ഓഡിയൻസും വന്ന് കേൾക്കുന്നുണ്ട്. വെദർ ദേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ആ ഒരു ആക്സസ് ഇപ്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു.